പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമുക്കായിരുന്നു കൊണ്ട് രോഗികളായ എല്ലാ സഹോദരരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. രോഗികളെ സുഖപ്പെടുത്തുകയും അവരുടെ വേദനകൾ ആശ്വാസം നൽകുന്ന അകാരുണ്യവാനായ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം. അവിടുത്തെ ഓരോ വാക്കുകളോ സൗഖ്യം നൽകുന്നതാണ്. അവിടുത്തെ ഓരോ നോട്ടവും സൗഖ്യം നൽകുന്നതാണ്. അവിടുത്തെ ഓരോ സ്പർശനവും സൗഖ്യം നൽകുന്നതാണ്. ആ ദ്വികാരുണ്യത്തിൻ്റെ മുമ്പിൽ നിത്യം ജീവിച്ചു വാഴുന്ന സജീവനായ ദ്വികാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. ഓ ദ്വികാരുണ്യനാഥ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് അനുവാദം തന്നതിന്, ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, ഞങ്ങളെ ഉണർത്തിയതിന് അങ്ങേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. രോഗികളെയും ദുരിതമനുഭവിക്കുന്നവരെയും നിൻ്റെ സ്നേഹത്താൽ പൊതിയുന്നതിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ സൗഖ്യദായകമായ സ്പർശനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സൗഖ്യദായകമായൊരു നോട്ടത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായ ഞങ്ങളെല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾ ആശ്വാസം നൽകുകയും നിനക്ക് തിരുമനസ്സെങ്കിൽ അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആരാധനയിലൂടെ നിൻ്റെ സ്വാന്തനം എല്ലാവരിലേക്കും എത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരുടെ മേലെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ സ്വാന്തനം, ആശ്വാസത്തിൻ്റെ സ്വാന്തനം കടന്നു ചെല്ലുന്നതിന് കാരണമായി തീരട്ടെ. മത്തായി സുവിശേഷം 8-ാം അധ്യായം 17, 16, 17 വാക്കുകളുടെ അഭിഷേകത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്ധ്യയായപ്പോൾ അവർ അനേക പിശാചുകളെ അവൻ്റെ അടുക്കൽ പിശാചു ബാധിതരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനൊരു വാക്കുകൊണ്ട് ആത്മാക്കളെ പുറത്താക്കുകയും രോഗികളെല്ലാം സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങളിൽ ആർക്കെങ്കിലും രോഗിയാണ് എങ്കിൽ, നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. കർത്താവ്, വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ പരസ്യ ജീവിത സമയത്ത് അനേകം രോഗികളെ സുഖപ്പെടുത്തിയല്ലോ. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് നടക്കാനുള്ള കഴിവും, അങ്ങനെ രോഗികളെ സൗഖ്യമാക്കിയ ആ ശക്തി, സ്നേഹത്തിൻ്റെ ശക്തി, കാരുണ്യത്തിൻ്റെ ശക്തി ഞങ്ങൾ മേൽ ചൊരിയണമേ. ഓരോ സൗഖ്യത്തിലൂടെയും ഈശോയെ നീ കാണിച്ചു തന്ന കാരുണ്യവും സ്നേഹവും ഞങ്ങൾക്ക് ബോധ്യമാവട്ടെ. കർത്താവ്, അങ്ങയുടെ അതിരില്ലാത്ത സ്നേഹത്തിന്, എപ്പോഴും ഞങ്ങളുടെ കൂടെ നടക്കുന്ന സ്നേഹത്തിന്, പ്രത്യേകിച്ച് വേദനിക്കുന്നവരുടെ അടുത്തേക്ക് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് കരുതലിന് നന്ദി, നന്ദി, നന്ദി. പ്രിയ സഹോദരങ്ങളെ, രോഗം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയുമാണ് ബാധിക്കുക. ഈ നിമിഷങ്ങളിൽ നാം ഒറ്റപ്പെട്ടതായി തോന്നാം. ശരിക്കും ഒറ്റപ്പാടിൻ്റെയും ഒറ്റപ്പെട്ടു പോയതിൻ്റെയും തിരസ്കരിക്കപ്പെട്ടതിൻ്റെയും മാറ്റി നിർത്തപ്പെട്ടതിൻ്റെയും ഒക്കെ വേദനകൾ ഈ നിമിഷം നമുക്കുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ രോഗിയായി തീരുന്നത് പോലും ഈ മാറ്റി നിർത്തപ്പെടലിൻ്റെ വേദനയും ഒറ്റപ്പെടലിൻ്റെ വേദനയും അവഗണിച്ചതിൻ്റെ വേദനയും വില നൽകാത്തതിൻ്റെ വേദനയുടെ ഒക്കെ ഭാഗമായിട്ടല്ലേ? ഈശോയുടെ മുമ്പിൽ, ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയെ സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിനും ഏറ്റ വേദനകൾ ഈശോയെ, നിനക്ക് മാത്രമാണ് സൗഖ്യപ്പെടുത്താൻ സാധിക്കുക. അത് ആരിലൂടെ ലഭിച്ചതായിക്കൊള്ളട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയിലൂടെ ലഭിച്ചതായിക്കൊള്ളട്ടെ, ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതിയ വ്യക്തിയിലൂടെ കിട്ടിയതായിക്കൊള്ളട്ടെ, ജീവിത പങ്കാളിയിലൂടെ കിട്ടിയതായിക്കൊള്ളട്ടെ, മാതാപിതാക്കളിലൂടെ കിട്ടിയതായിക്കൊള്ളട്ടെ, മക്കളിലൂടെ കിട്ടിയതായിക്കൊള്ളട്ടെ, സഹോദരങ്ങളിലൂടെ കിട്ടിയതായിക്കൊള്ളട്ടെ, എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഏറ്റ മുറിവുകളെല്ലാം സൗഖ്യപ്പെടുത്തുവാൻ കഴിവുള്ളവനായ ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. ആ ദിവ്യകാരുണ്യത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന സ്നേഹത്തിൻ്റെ കതിരുകൾ, കൽവരിയിൽ എനിക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൻ്റെ, പ്രത്യേകിച്ച് അവിടുത്തെ തിരുവിലാവിൽ നിന്നും പുറപ്പെട്ടു വന്ന തിരുരക്തവും തിരുജലവും എന്നെ
വിശുദ്ധീകരിച്ചതുപോലെ എന്നെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, ശുദ്ധീകരിക്കുവാൻ വേണ്ടി, എന്നെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി, രക്ഷപ്പെടുത്താൻ വേണ്ടി ഒഴുകിയതുപോലെ ഇന്ന് ഈ നിമിഷം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ അവിടുത്തെ ആണിപ്പഴുതുള്ള മുറിവുകളാൽ, ആണിപ്പഴുതുകളുള്ള ആ മുറിവിൽ നിന്നുള്ള സ്നേഹം നമ്മളിലേക്ക് വീണ്ടും ചൊരിയുകയാണ്. എന്തിനു വേണ്ടിയാണോ അവൻ തൻ്റെ ശരീരത്തിലെ വേദനകളും സങ്കടങ്ങളും ഏറ്റെടുത്തത്, അതെല്ലാം ഇന്ന് ഈ നിമിഷം വീണ്ടും എനിക്ക് നൽകുകയാണ്. അങ്ങനെ എന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. അതെൻ്റെ ശരീരത്തിൻ്റെ മാത്രം സൗഖ്യമല്ല, മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കൂടി സൗഖ്യമാണ് അവിടെ നൽകുന്നത്. ഈശോ എന്നെ ഒരിക്കലും തനിച്ചാക്കി പോകുന്നില്ല. ഉത്തിതനായ ഈശോയുടെ ശരീരത്തിലും മുറിവുകൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചതിൻ്റെ മുറിവുകൾ നമ്മൾ കാണുന്നുണ്ട്. ആ മുറിവുകൾ രൂപാന്തരീകരിക്കപ്പെട്ട മുറിവുകളാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ രൂപാന്തരീകരിക്കപ്പെട്ട മുറിവുകളുടെ സ്പർശനമാണ് ഈശോ നൽകുന്നത്. കാരണം മുറിവുകൾ, വേദനകൾ, രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ അതിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് നമുക്ക് സാധിക്കുക. അവിടെ നമ്മെ ഒരിക്കലും ഒറ്റയ്ക്കാക്കുന്നില്ല, തനിച്ചാക്കുന്നില്ല. അവിടുത്തെ തിരുസാന്നിധ്യത്തിൽ നമ്മുടെ വേദനകളും സങ്കടങ്ങളും ഭയങ്ങളും അസ്വസ്ഥതകളും എല്ലാം നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥ ആശ്വാസം നൽകണമേ. രോഗികളായ എല്ലാ സഹോദരെയും, പ്രത്യേകിച്ച് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായ വിധം അനുഗ്രഹിക്കണമേ. അവർക്ക് ശാരീരിക സൗഖ്യം മാത്രമല്ല, മാനസികവും ആത്മീയവുമായ ശക്തിയും സമാധാനവും ലഭിക്കാൻ നമുക്ക് യാചിക്കാം. ഈശോയെ, നിന്റെ മുറിവുകളിലൂടെയാണ് നീ എനിക്ക് സൗഖ്യം നൽകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്നെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെ നന്ദി. മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്നെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെ നന്ദി. കർത്താവെ, രോഗികളെ സുഖപ്പെടുത്തുകയും അവരുടെ വേദനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. കർത്താവെ, ചികിത്സയിൽ കഴിയുന്ന അവരെ പരിചരിക്കുകയും ശക്തിയും പ്രകാശവും നൽകുകയും ചെയ്യണമേ. അവരെ പരിചരിക്കുന്ന എല്ലാവർക്കും ശക്തി നൽകണമേ, കൃപകൾ നൽകണമേ. കർത്താവെ, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് സമാധാനം നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലൂടെ എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആരോഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പരമകാരുണ്യവാനായ ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഈ ദിവസം മുഴുവൻ നിൻ്റെ സൗഖ്യദായകമായ സ്പർശനം എല്ലാവരിലും എത്തട്ടെ. നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, നിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യമായി ജീവിച്ചു വരുന്ന കർത്താവ് ഈശോ മിശിഹായെ നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.